കൊല്ലത്തെ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലെ സ്റ്റാളുകൾ കാണാൻ സന്ദർശകരുടെ ഒഴുക്ക്. സർക്കാർ വകുപ്പുകളുടേതുൾപ്പെടെ 156 സ്റ്റാളുകളാണ് മേളയിലുള്ളത്. കേരള പോലീസ്, ഫയർഫോഴ്സ്, ജയിൽ വകുപ്പുകളുടെ സ്റ്റാളുകൾ കാഴ്ചയോടൊപ്പം അറിവും പകർന്നു നൽകുന്നതാണ്. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള എൻ്റെ കേരളം പ്രദർശന വിപണന മേള കൊല്ലം ആശ്രാമം മൈതാനിയിൽ പുരോഗമിക്കുകയാണ്. ഏകദേശം 156 സ്റ്റാളുകളാണ് സർക്കാരിൻ്റെയും ഒപ്പം തന്നെ മറ്റ് വിവിധ വകുപ്പുകളുടെയൊക്കെ ചേർന്നുകൊണ്ട് 156ഓളം സ്റ്റാളുകളാണ് ഒരുക്കിയിട്ടുള്ളത്. 79,000 ചതുരശ്ര അടിയിലാണ് ഈ സ്റ്റാളുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടേക്ക് പ്രവേശിച്ച് വരുന്ന സമയത്ത് തന്നെ ടൂറിസം വകുപ്പിൻ്റെ ഒരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിൻ്റെ ഒരു സ്റ്റോളോട് കൂടിയാണ്. അതായത് അവിടെ ഫോട്ടോയൊക്കെ എടുക്കുന്നതിനിടെയുള്ള ക്രമീകരണങ്ങളുണ്ട്. അതിന് തൊട്ടടുത്തായി തന്നെ ഒരു പ്രാചീനമായ രീതിയിൽ എങ്ങനെയായിരുന്നു നെൽകൃഷിയൊക്കെ ചെയ്തിരുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു സ്റ്റോളും അതിനുവേണ്ടിയുള്ള പ്രത്യേക ഒരു പവലിയൻ തന്നെ ഇവിടെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഒരു സ്റ്റാളാണ് തുടർന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കാണുന്നത്. വിവിധമായിട്ടുള്ള നിർമ്മിതികളുടെ മിനിയേച്ചറുകൾ ഇവിടെ കൃത്യമായി അത് ചെയ്തു വച്ചിട്ടുണ്ട്. ഓരോ കെട്ടിടങ്ങളുടെ ആയിക്കോട്ടെ, പാലങ്ങളുടെ ആയിക്കോട്ടെ, അത്തരത്തിലുള്ള മിനിയേച്ചറുകളെല്ലാം തന്നെ ഇവിടെ പ്രദർശനത്തിന് ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഒരു സ്റ്റോളാണ്. ഇവിടെ റോബോട്ടുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. മിനി റോബോട്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. മറ്റ് കാര്യം വിവിധമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള വിവിധ യന്ത്രങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ എൻ്റെ കേരളം പ്രദർശനത്തിൻ്റെ ഭാഗം എന്തൊക്കെയാണ് സ്റ്റാർട്ടപ്പ് മിഷൻ അപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഇത്തവണ എൻ്റെ കേരളത്തിൻ്റെ ഭാഗമായിട്ട് തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജി ഫോർ ദ കോമൺ പീപ്പിൾ എന്നുള്ളൊരു ഫോർമാറ്റിലാണ് അവതരിപ്പിച്ചത്. അപ്പോൾ ആളുകൾക്ക് ടെക്നോളജി കൂടുതൽ പരിചയപ്പെടാനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ് പോലുള്ള മേഖലകളിൽ ആളുകൾക്ക് ഇണങ്ങിച്ചേരാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഇതിൽ കൂടെ ഒരുക്കുന്നത്. അപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ തന്നെ പലതരം ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പല സെക്ടേഴ്സിലുള്ള സ്റ്റാർട്ടപ്സിനെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ അങ്ങോട്ട് നോക്കിയാൽ ഹെൽത്ത് കെയർ ടെക്കിലുള്ള സ്റ്റാർട്ടപ്സ് ഉണ്ട്, അഗ്രികൾച്ചർ ഡ്രോൺ ബേസ്ഡ് സ്റ്റാർട്ടപ്പ് ഉണ്ട്, ഫുഡ് ബേസ്ഡ് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ട്, IT സർവീസസ് ഉണ്ട്, പിന്നെ നമുക്കിപ്പോൾ റോബോട്ട് ഡോഗ്സ് കാണാം. അപ്പോൾ എല്ലാം ജനങ്ങളിലെ പരിചയപ്പെടുത്താനാണ് നമ്മൾ ഈ ഒരു തീം സ്റ്റാൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സംരംഭകർക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങളും ഒപ്പം തന്നെ ഉപദേശങ്ങളൊക്കെ നൽകാനുള്ള ക്രമീകരണവും ഈ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഈ സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെ ഒരു സ്റ്റോളാണ് മറ്റൊരു പ്രധാന ആകർഷണം. ഒരു ഘട്ടത്തിൽ ഒരു അപകടത്തിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ അവിടെ നിന്നും എങ്ങനെ ഹാങ് ചെയ്തുകൊണ്ട് ആളുകളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാം എന്നുള്ളതിൻ്റെ രീതിയിൽ അതിവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല വിവിധമായിട്ടുള്ള ഉപകരണങ്ങൾ, ഒരു സ്കൂബ സെറ്റ് എങ്ങനെയാണ്, അണ്ടർ വാട്ടർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എങ്ങനെയാണ് മുതലായവ സാധാരണക്കാർക്ക് കണ്ടു പരിചയമില്ലാത്ത വിവിധ തരത്തിലുള്ള ഉപകരണങ്ങളൊക്കെയും തന്നെ ഇവിടെ പ്രദർശനത്തിന് എത്തിച്ചിട്ടുണ്ട്. ഒരു ഫയർ ഫൈറ്റേഴ്സ് ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള അവരുടെ വസ്ത്രങ്ങളൊപ്പം തന്നെ വിവിധമായിട്ടുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഉപയോഗിക്കുന്ന വിവിധ യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല മറ്റൊരു പ്രധാന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപകടം അല്ലെങ്കിൽ ഒരാൾക്ക് എത്തരത്തിലായിരിക്കണം ഒരു പ്രാഥമിക ശുശ്രൂഷ നൽകേണ്ടത് മുതലായ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെ ഈ ഒരു സ്റ്റാളിൽ എന്തൊക്കെയാണ് പൊതുജനങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് സ്കൂബ ഡൈവിങ്ങിൻ്റെ എല്ലാ എക്യുപ്മെൻസിൻ്റെ പ്രദർശനമുണ്ട്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ സർവീസിൽ ഉപയോഗിക്കുന്ന ഒരുവിധപ്പെട്ട എല്ലാ ഉപകരണങ്ങളും നമ്മളിവിടെ കാണിച്ചിട്ട് ഡെമോ ചെയ്തിട്ടുണ്ട്. സാധാരണക്കാർക്ക് ചിലപ്പോൾ അല്ലാത്ത സമയത്ത് കാണാൻ പറ്റിയെന്ന് വരത്തില്ല. നമ്മൾ പരസേഷനിലായിരിക്കും കൂടുതൽ ഉപകരണങ്ങളും അതുപോലെ തന്നെ നമ്മൾ അത്യാധുനികമായ പല സംഭവങ്ങളും ഉള്ളത്. സ്കൂബ ഡൈവിങ് തന്നെ നമുക്ക് ഗോവയിൽ പോയാൽ ചെയ്യാൻ പറ്റും, അല്ലാതെ അങ്ങനത്തെ ലക്ഷദ്വീപിൽ പോയാൽ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കിട്ടാറുള്ളത്. പക്ഷേ ഇത് പൊതുജനത്തിന് കാണാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് ഭയങ്കര ഇൻഫോർമേറ്റീവാണ്. തീർച്ചയായിട്ടും അവർ എന്താണ് സംഭവം ഇങ്ങനെയൊക്കെ കാണുന്നത് തന്നെ, ഇതെന്താണ് സംഭവം എന്ന് ഇപ്പം ഓൾറെഡി TV കണ്ട് തന്നെ വയനാടിൻ്റെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ചെറിയ ഡെമോയാണ് കാണിച്ചിരിക്കുന്നത്. അത് തന്നെ TV നമ്മൾ കണ്ട് എല്ലാവർക്കും പരിചിതമാണ്. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് ചെയ്യുന്നത്, അപ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ആൾക്കാരെ കൂടെ പരിചയപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഈ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ സ്റ്റോളിൽ തന്നെ ഒരു CPR എങ്ങനെ കൊടുക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയും തന്നെ സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ഈ സ്റ്റോളിൻ്റെ ഭാഗമായിട്ടുള്ള കൊല്ലം കസബ പോലീസ് സ്റ്റേഷൻ്റെ ഒരു മാതൃകയാണ്. അതിൻ്റെ ഒരു ജയിൽ ഇവിടെ മാതൃകയായിട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീർ ഉൾപ്പെടെ
കിടന്നിട്ടുള്ള ഒരു ജയിലാണ്. അതിൻ്റെ ഒരു മാതൃകയാണ് ഈ സ്റ്റോളിൻ്റെ ഭാഗമായിട്ട് കേരള പോലീസ് വളരെ മനോഹരമായിട്ട് അതിവിടെ ക്രമീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. മാത്രമല്ല കേരള പോലീസിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധ ഉപകരണങ്ങളായിക്കോട്ടെ, പണ്ട് മുതലേ ഉപയോഗിച്ചു വരുന്ന ഉപകരണങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി ഇവിടെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. വയർലെസ് സംവിധാനങ്ങൾ, പണ്ട് ഉപയോഗിച്ചിരുന്നവ, ഇന്ന് ഉപയോഗിക്കുന്നവ, മാത്രമല്ല പോലീസിലെ വിവിധ റാങ്കുകളിൽ ഉപയോഗിച്ച് വരുന്ന അതായിട്ടുള്ള എത്തരത്തിലുള്ള മാറ്റങ്ങളാണ്, ആ കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളും ഇവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറേ, ഈ ഒരു സ്റ്റോളിലേക്ക് വരുന്നവർക്ക് എന്തൊക്കെ ഇൻഫർമേഷൻ? പോലീസിൻ്റെ സ്റ്റോള് ആകെ നമ്മൾ 7 സ്റ്റോളുകളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സൈബർ പോലീസിൻ്റെയാണ് ഒന്നാമത്തെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് വെർച്വൽ അറസ്റ്റ്, ഓൺലൈൻ തട്ടിപ്പ്, അതിനെതിരെയുള്ള ജാഗ്രത പുലർത്തുവാൻ മുൻകരുതൽ നടപടികൾ എന്തൊക്കെ ചെയ്യാമെന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്തുന്ന, പൊതുജനങ്ങൾക്കാകെ മാതൃകാപരമായി അത് ബോധ്യപ്പെടുത്തുന്ന ഒന്നാമത്തെ സ്റ്റാള്. രണ്ടാമത്തെ കുട്ടികൾക്ക് ഹോപ്പും ഡീഡാഡും, കുട്ടികളെ മൊബൈൽ അഡിക്ഷൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും അഡിക്ഷനിൽ ആവാതിരിക്കാനും, അങ്ങനെ അഡിക്ഷനായ കുട്ടിയെ അതിനകത്തുനിന്ന് മാറ്റി ഒരു നല്ല കുട്ടിയായി വളർത്തിയെടുക്കുന്നതിനുള്ള പോലീസിൻ്റെ പുതിയ ഒരു പ്രോജക്റ്റാണ് ഡീഡാഡും ഹോപ്പും ഒക്കെ. പിന്നെ അടുത്ത നമ്മുടെ പോലീസ് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എമ്പാടും നമ്മളവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ സ്റ്റോളുകളിലേക്ക് വരുന്നവർക്ക് വെറുതെ കണ്ടു മടങ്ങുക എന്നുള്ളതല്ല, മറിച്ച് വിവിധമായിട്ടുള്ള അവർക്ക് ആവശ്യമാകുന്ന, പഠിക്കുന്ന കുട്ടികൾക്കായിക്കോട്ടെ, മുതിർന്നവർക്കായിക്കോട്ടെ, ഇവിടെ സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ നിരവധി വിവരങ്ങൾ കിട്ടിയിട്ടായിരിക്കും മടങ്ങാൻ കഴിയുക. ജയിൽ വകുപ്പ് ഒരുക്കിയിരിക്കുന്ന ഒരു മാതൃകാ ജയിലാണ്. ഒരു ജയിലിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എത്തരത്തിലായിരിക്കും എന്നുള്ള കാര്യങ്ങളാണ്. ഒരു പ്രധാന കവാടമുണ്ട്, അത് കഴിഞ്ഞിട്ട് പരിശോധനകൾ നടത്തുന്ന അടുത്ത ഒരു വാതിലുണ്ട്. അതിനുശേഷം ഇവിടെ ഒരു സെല്ല് എങ്ങനെ ആയിരിക്കും, ഒരു ജയിൽ പുള്ളി കിടക്കുന്ന ഒരു സെല്ല് എത്തരത്തിലായിരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. പുറത്തുനിന്ന് ആളുകൾ കാണുമ്പോൾ എത്തരത്തിലായിരിക്കും അവർ ബന്ധുക്കളും മറ്റുമൊക്കെയായി സംസാരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രതീകാത്മകമായി ഒരു കഴുകുമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇവിടെ ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ജയിൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരു പ്രതീകാത്മകമായ ഒരു ജയിൽ തന്നെ ഇവിടെ ക്രമീകരിച്ചിരിക്കുകയാണ്. അതെ, ഒരു കൊല്ലം ജില്ലാ ജയിലിൻ്റെ ഒരു വർക്കിംഗ് മോഡലാണ്. അതിൽ നമ്മൾ ഗാലോസ് മാത്രമാണ് കൊല്ലം ജില്ലാ ഇല്ലാത്തത്. ബാക്കിയെല്ലാം നമ്മളെ ജയിലിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു വർക്കിംഗ് മോഡലാണ്. സംസ്ഥാന കായിക വകുപ്പ് ഒരുക്കിയിരിക്കുന്ന ഒരു സ്റ്റോളാണിത്. അതായത് ഒരു പ്രതീകാത്മകമായി ഇവിടെ കളിക്കളം ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ ഈ കായിക കേരളത്തിൻ്റെ പേരിൽ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി കുട്ടികളാണ് ഇവിടേക്കൊക്കെ വന്ന് ഇതിലൊക്കെ പങ്കെടുക്കുന്നത്. എങ്ങനെയുണ്ട് മോളെ ഇത്? നല്ല രസമാണ്. ഇത് ചെയ്യുന്നൊരു എക്സർസൈസ് പോലെയാണ്. ഈ പുല്ലിലോട്ട് നടക്കുന്നതൊക്കെ നല്ല സുഖമാണ്, നല്ല തണുപ്പ് പോലെയാണ്. എങ്ങനെയുണ്ട് മോനെ ഇതിനകത്ത് കളിച്ചിട്ട്? നല്ല രസമുണ്ട്. എന്തൊക്കെയാ ഉള്ളത് ഇവിടെ? ഇവിടെ ഹോക്കി സ്റ്റിക്ക് ഉണ്ട്, ടെന്നീസ് ഉണ്ട്, പിന്നെ ബാസ്കറ്റ് ബോൾ ഉണ്ട്. അത്തരത്തിൽ, അതായത് കുട്ടികൾക്ക് ഈ കായികമായിട്ടുള്ള വിനോദങ്ങളുടെ അതിൻ്റെ ഒരു ആവശ്യകത കൂടെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ചെറിയ രീതിയിലാണെങ്കിൽ പോലും വിവിധ കായിക ഇനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു സ്റ്റോൾ കായിക വകുപ്പ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. 20-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന എൻ്റെ കേരളം മേളയിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. രാത്രി 10 വരെയാണ് ഈ പ്രദർശന വിപണന മേള നടക്കുന്നത്. ഒപ്പം തന്നെ വിവിധ കലാപരിപാടികളും സ്റ്റേജിൽ നടക്കുകയും ചെയ്യും. ആയിരങ്ങളാണ് ദിനേന ഇവിടേക്ക് എത്തുന്നത്. കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ്, മീഡിയ 1.